അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നടു റോട്ടിൽ നിന്നാണ് ഇൻട്രോ എടുക്കണേ. നമ്മളെ പട്ടാമ്പല്ല എവിടെയും കൂറ്റനാടാണ്. നമ്മൾ കല്യാണത്തിന് പോയതേനു. കല്യാണ പേരിക്ക് തലേ ദിവസം വന്നതാണ്. എനിക്ക് ഭയങ്കര തലവേദന കൈസ്. മെഡിക്കൽ ഷോപ്പ് തപ്പി നടക്കാണ്. മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരുന്ന് 2 മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കിട്ടിയില്ല. ഇപ്പോൾ വേറെതാ ഇപ്പം ഉണ്ട് അവിടെ ഇപ്പുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നല്ല തലവേദന ഉണ്ട് ഗൈസ്. നല്ല തലവേദന ഉണ്ട്. അവിടെ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ പറ്റിയൊരു ഇതിലല്ല. തലവേദന മാറാണ് ഈ പാട്ട് പാടാൻ. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. കല്യാണത്തിന് വ്ളോഗ് എടുക്കുന്നുണ്ട്. ചെറിയ വ്ളോഗ് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഞങ്ങൾ വന്ന മെഡിക്കൽ ഷോപ്പിൽ എനിക്കാ. അപ്പോൾ ഇവിടുന്ന് ഗുളി കുളിച്ച എൻ്റെ കണ്ണും മുഖം നോക്കി എനിക്ക് തീരെ വയ്യ. എന്തൊക്കെയോ അടങ്ങാറുണ്ട്. വെള്ളം കുടിച്ചട്ടെ, ഗുളി കുടിച്ചട്ടെ. ഒരെണ്ണം കുടിച്ചോ? അപ്പോൾ കൈസ് ഗുളിക കുടിച്ചു ഞാൻ. പിന്നെ ബാക്കി ഗുളികതാ. പിന്നെ ഇനിയിപ്പോൾ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. പറ്റണമെങ്കിൽ ഞാൻ ഇതിലൊക്കെ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. ഉൾപ്പെടുത്താൻ പറ്റണതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുള്ളൂ. അങ്ങനെ ഇന്നത് ഒന്നുമില്ല കേട്ടോ. ഓക്കെ. കേസ് ഇതാണ് കല്യാണപ്പേര കേട്ടോ. ഞങ്ങൾ മെഡിസിൻ വാങ്ങിയിട്ട് വന്ന് കല്യാണപ്പേര. ഒരു ഹായ് പറയോ ഗൈസ്? ഇതാണ് നമ്മളെ മണവാളച്ചക്കര്. എന്തിനു പറയും? സപ്പോർട്ട് ചെയ്യാൻ പറയും. ഗൈസ് നമുക്ക് ഇവിടെ വെളിച്ചത്ത് കണ്ട് കാണാം. അതാ വെളിച്ചം പറയും. സപ്പോർട്ട് ചെയ്യാൻ പറയും. അടിച്ചാണ് പൊട്ടിച്ചോളൂ. അപ്പൊ ഗൈസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ കുറച്ചുള്ളൂ, ചെറുതായിട്ടുള്ളൂ. തലവേന മാറണ്ട. മുത്തുമണികളെ പാട്ടും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കട്ടോ. ഇതിൻ്റെ കുഞ്ഞാമാൻ്റെ മരുവനാട്ടോ അബ്രാർ. അവനെടുത്ത് പറയണ്ടേ കേട്ടോ. ഓന് നല്ല ഗായകനാണ്. മോനൊക്കെ പാട്ട് പാടുന്ന വീഡിയോ ഇതിലുണ്ട്. പക്ഷെ ഞാനതൊക്കെ ഇതിൽ മ്യൂസിക് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. നമ്മൾ കോപ്പിറൈറ്റിൻ്റെ വിഷയം ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് അനിയത്തിൻ്റെ കുട്ടി കേട്ടോ. ഈ ചെറുതും അനിയത്തിൻ്റെ കുട്ടിയാണ്. പിന്നെ റയ്യാൻ കളിക്കുന്നത് താത്താൻ്റെ മോൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇതുമോളൊക്കെ നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാൻസൊക്കെ. പിന്നെ പാട്ടും ഇതൊക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡ് തന്നെയുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തലവേദന കാരണം എനിക്ക് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ടൊക്കെ പാടി. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വ്ളോഗൊന്നും അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ കൂടെ റൂമൊക്കെ ഒരു ബുക്ക് ചെയ്ത് തന്നിട്ട് അമ്മേൻ്റെ മോന് മുത്തു, ഞാനും ഇക്കയും താത്തയും കുട്ടികളും താത്താൻ്റെ കുട്ടികളും പിന്നെ എൻ്റെ കുഞ്ഞാമാൻ്റെ മോളും കുഞ്ഞാമാൻ്റെ മോളെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഞങ്ങൾ 2 റൂമും അങ്ങനെ ഓരോ ബുക്ക് ചെയ്ത് തന്നത്. അങ്ങനെ അവിടെ ജസ്റ്റ് കിടന്നു. ഇനി ഞാൻ ഫ്രഷ് ആയിട്ടോ. മേലൊക്കെ കഴുകി റീസി മേലേക്കത്തെ മോനും മാറ്റത്തിന് അവിടെ കിടന്നീന കേട്ടോ. അങ്ങനെ ഇനി അവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ നമ്മളെ ഫസ്റ്റത്തെ തന്ന ഡ്രസ്സാട്ടോ ഞാൻ ഇടുന്നത്. ബ്ലാക്ക്
ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എനിക്ക് അവിടെ നിന്ന് തന്നെ എനിക്ക് ഡ്രസ്സ് ഷേപ്പാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാക്കട്ടോ. അപ്പോൾ വീഡിയോസ് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തെങ്ങനെ വീഡിയോ എടുത്ത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കാരണം മഴ നിങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ മഴേൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അത് നോക്കണമല്ലോ നമ്മൾ. ഫോണും നനയും കൈസ്. ഫോൺ ഞാൻ പറഞ്ഞ നമ്മളെ ഐഫോണും കാര്യങ്ങളൊന്നും അല്ലല്ലോ, വാട്ടർ പ്രൂഫൊന്നും ഉള്ള ഫോണല്ല. അപ്പോൾ സാധാ ഒരു ഫോണാണ്, സാധാ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെ കുറച്ച് നേരം ലൈവ് പോയി പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് ഡിലീറ്റ് ആക്കി. ഇത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ നമ്മൾ യൂട്യൂബ് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള. കോപ്പിറൈറ്റും കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുങ്ങാണ്ട് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പിന്നെ അതിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് സങ്കടം. കാരണം ഞാനിപ്പോൾ 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷത്തേക്ക് കടന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, നല്ല രീതിയിൽ ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ എന്തൊക്കെ ചെയ്യണത് നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാനിവിടെ പോകണു, ഞാൻ എന്ത് ചെയ്യണു എന്നൊക്കെ. അപ്പോൾ അത്രക്കുള്ളൂ. അത് നിങ്ങളും കാണിക്കുക എന്നുള്ളതിൽ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയും വീഡിയോ ചെയ്യാൻ റെഡിയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം വീടും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഗൈസ്. എനിക്ക് വേറെ എനിക്ക് ഒരു ആഗ്രഹമില്ല. ഒരു ചെറിയൊരു വീട്, അതിന് മാത്രമുള്ളൂ എനിക്ക് ആഗ്രഹം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം, പോവാം, അമ്മേൻ്റെ വീട്ടിൽ പോവാട്ടെ. നമ്മൾ ഇവിടെ അടുത്തല്ല, അവിടെ റൂമുണ്ട്, ഇവിടെ മുകളിൽ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് AC റൂമാണ്. നമ്മൾ AC നിൽക്കുമ്പോൾ മഴയല്ല തണുപ്പല്ലേ. ഇതാ അല്ല, ഇതാ ക്ലിയർ. അപ്പോൾ നമ്മൾ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, അവിടെ ഉപ്പുമാവ് അങ്ങനെ എന്താ തോന്നുന്നുണ്ട്. രാവിലെ ചായയും ബന്നും കഴിച്ചിട്ടോ. കുഞ്ഞാമ്മൻ്റെ മോള് നമുക്ക് തന്നു, ഓരവിടെ നിന്ന് കൊണ്ടുവന്നേനു അങ്ങനെ. അപ്പോൾ അമ്മേൻ്റെ വീട് കാണിച്ചാൽ കേട്ടോ ഗൈസ്. റീസൻ്റെ ബാഗൊക്കെ കൊടുത്തീനെ കിട്ടുന്നല്ലേ. എൻ്റെ ഡ്രസ്സ്, റീസൻ്റെ ഡ്രസ്സ്, റയ്യാൻ്റെ ഡ്രസ്സ്, ഞങ്ങൾ 3 ആളുടെ ഇത്. ഇക്കാൻ്റെ ബാഗിൽ ഇക്കാൻ്റെ ഡ്രസ്സ് ഇതാ കാട്ടുണ്ട്. നല്ല ക്ലിയർ ഉണ്ട്. ഇപ്പം ഈ സമയം ആയതാണ് കേട്ടോ. ഉണ്ടോ മഴ പെയ്തിട്ടോ, ഇവിടെയൊക്കെ ഫുള്ള് നനവാണ് കേട്ടോ. ഉണ്ട് കേട്ടോ, ഇത് പറയല്ലേ, നല്ല മഴേനു ഇവിടെ, നല്ല മഴേനു അറിയാം. ഇതാട്ടോ അമ്മേൻ്റെ വീട്, ഇതാണ് അമ്മേൻ്റെ വീട് കേട്ടോ. അങ്ങനെ റോഡ്, ഇവിടെ റോഡ്, ഇവിടെ റോഡ്, ഇങ്ങനെ ഒരു 3 കൂടി ജംഗ്ഷനാണ്. അപ്പോൾ മുത്തുമണികളെ, ഇതിൻ്റെ താത്താൻ്റെ മോളട്ടോ, സജി മോളാണ്. എല്ലാവരും ഇവിടെ ഡ്രസ്സ് മാറ്റി ഒരുങ്ങാണ്. താത്തയും എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മളെല്ലാവരും ഉണ്ട്. ഈ മോളെ ഡ്രസ്സ് ഇതാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, നല്ല രസമാണ്. മുത്തുമണികളെ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് താത്ത താങ്ക് യു കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് കാണാൻ, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇസ്തിരി ഇട്ടിട്ടില്ല കേട്ടോ, ഇസ്തിരി ഇടയിലൊന്നും, കാരണം ഞാൻ കവറിൽ വെച്ചോണ്ട് ചൂണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. പിന്നെ കമ്മൽ, മറ്റേ ഈ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇടണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മൾ മണ്ഡപത്ത് പോയിട്ട് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ മണവാളൻ്റെ ഔട്ട്ഫിറ്റ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ ഒന്ന് കാണിച്ചോട്ടെ. ഇതാണ് കേട്ടോ മണവാളൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയാൻ, നിക്കാഹ് ചെയ്യാൻ പോവാണ്. എന്താണ് പറയാൻ, പറയൂ, ഒന്നും പറയാല്ലേ. അപ്പോൾ മുത്തുമണികളെ, ചെക്കന് നിക്കാഹിന് പള്ളിക്കൊക്കെ പോണതിൻ്റെ മുന്നായിട്ട് വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെക്കനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെക്കനെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചെക്കന് ഇത് അമ്മായി കേട്ടോ, അമ്മായിനാണ് കെട്ടിപ്പിടിച്ചത്. അമ്മായി ഭയങ്കര കരച്ചിലേന്, എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അമ്മായി കരനുണ്ട്. അപ്പോൾ പിന്നെ അളിയാങ്ക മരിച്ചിട്ട് കുറേ വർഷമായിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അളിയാങ്ക അത് ഇല്ലാതായപ്പോൾ ഭയങ്കര ഒരു സങ്കടവും വിഷമമുണ്ട്. എനിക്ക് ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, കാരണം നമ്മളോടൊക്കെ അളിയാങ്ക അങ്ങനെ ഇരുന്നു.
പിന്നെ മുത്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുത്തു എല്ലാവരോടും നല്ല സ്നേഹം കേട്ടോ. അമ്മായിക്ക് ആകെ ഒറ്റ മോനുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര കാര്യമാണ്. ഇന്നൊക്കെ സപ്പോന്നൊക്കെ വിളിച്ചിങ്ങനെ എന്താ ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാവരോടും സലാം പറഞ്ഞ് പള്ളിയിലോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. പിന്നെ അളിയങ്കൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും പെങ്ങന്മാരും എല്ലാവരും അവിടെ ഉണ്ട്. അവരൊക്കെ കാണുമ്പോൾ ലഹങ്കാനെ ഭയങ്കര മിസ് ചെയ്ത്. പിന്നെ അതാ മുത്തു കാറിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ എൻ്റെ ഉപ്പുണ്ട്, ഇക്കുണ്ട്, പിന്നെ താത്താൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അളിയാക്ക. ആ മെറൂണ് ഷർട്ട് ഇട്ടാട്ടോ എൻ്റെ ഉപ്പ. ഉപ്പാൻ്റെ അടുത്ത് നിൽക്കണ വൈറ്റ് ടീഷർട്ട് ഇട്ടത് എൻ്റെ അളിയാക്ക കേട്ടോ, താത്താൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടെ കൂടിയങ്ങാണ്ടാണ് യാത്ര അയക്കണത്. പിന്നെ അബ്രാർ എല്ലാവരും ഉണ്ട്. പിന്നെ ചെക്കന് പള്ളിയിലോട്ട് പോയി 2 മിനിറ്റ് കഴിഞ്ഞൊക്കെ തന്നെ നമ്മളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളൊപ്പത്തിന് ഇറങ്ങി നമ്മൾ നേരെ മണ്ഡപത്തിലോട്ടാണ് പോണത്. അപ്പോൾ വരുന്ന അളിയാക്ക കേട്ടോ. അളിയാക്കും ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അളിയാക്ക കമൻറ്റ് ചെയ്യും, അപ്പോൾ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങൾ എല്ലാവരും വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഉണ്ട്. അതാ ഇതൊക്കെ എൻ്റെ അമ്മായികളാട്ടോ. ഇത് അമ്മായി അല്ലാതെ ആരാ വരിക? ഇത്താത്തായിട്ട് വരും. അമ്മായിൻ്റെ മരോള് ഇതിൻ്റെ അമ്മായിയായിട്ട് വരും കേട്ടോ. എല്ലാവരും അവിടെ പോവാണ്. എല്ലാവർക്കും വ്ളോഗിൽ നിൽക്കാൻ താല്പര്യം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതാ കൂടെ വരുന്നു മിസ്സിരി താത്ത. ഇവരൊക്കെ എന്റെ വീഡിയോ കാണണം കേട്ടോ. കാണലുണ്ടോ? ഇല്ലേ? ഇല്ലത്ര കൈ. ആ മറ്റേ താത്ത കാണലുണ്ട്. ആ ഒരു കാണലുണ്ട് കേട്ടോ. ആ ഇപ്പഴറിയണേ നിങ്ങളെ മോളാവുണ്ടല്ലേ കാണണേ, ചെറിയ മോള്. ആ മരുമോള്. ആ അപ്പൊ എല്ലാരും ഉണ്ട്. താത്ത അനിയത്തി എല്ലാരും ഉണ്ട് കേട്ടോ. ഞങ്ങളിതാ ഈ ഇതിന്റെ പേര് എനിക്കറിയില്ല. അതിൽ കയറി മിസ്റ്റോ മിസ്റ്റി എത്ര എനിക്കറിയില്ല. നമ്മളവിടെ എന്തോ വേറെന്തോ ട്രാവലർ വണ്ടീന്റെ പേരാ പറഞ്ഞ. ട്രാവലറാണ്. അതിലെ പോണേട്ടോ. ഓടിച്ചോടത്തേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ അമ്മായിൻ്റെ റിലേറ്റീവ്സ് കേട്ടോ. അമ്മായിൻ്റെ അളിയങ്കൻ്റെ പെങ്ങളെ മക്കളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവലറിൽ പോയിക്കൊണ്ട് നിൽക്കണ്. ആണുങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ട്. പിന്നെ ട്രാവലറിൽ പാട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് കേട്ടോ. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാണ്. വാട്ടർ മെലനാണ് തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഗ്ലാസ്സിൽ നല്ല ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തൊണ്ടങ്ങട്ട് ഇതാവേനു, എന്താ പറയുക, നല്ല വേദന ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നേരത്തെ കണ്ടില്ല താത്ത കണ്ണടയൊക്കെ ഇട്ടിട്ട്. ആ താത്താൻ്റെ മോളും പേരക്കുട്ടി കേട്ടത്. ഇവരൊക്കെ എൻ്റെ വീഡിയോ കാണില്ല കേട്ടോ. അതാണ് ഒരു നേരത്തെ പറഞ്ഞിരുന്നത്. മരുമകളൊക്കെ കാണുന്നുണ്ട്, മോളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ മറ്റേ ഇവിടെ കോഴിക്കോട് കല്യാണത്തിന് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവർക്കൊക്കെ വീഡിയോയിൽ വരാൻ നല്ല താല്പര്യമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. താത്ത മിസ്സിരി താത്തയായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ വീഡിയോയിൽ വരാൻ. പേര് ഷിഫാന, മുസ്തഫ ഷിഫാന. അപ്പോൾ മുത്തുമണികളെല്ലാവരും സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഹാള് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് കയറാണ്. കുറച്ച് ആൾക്കാരൊക്കെ കയറിട്ടോ. ഞാൻ, അമ്മായി, പിന്നെ വേറെ അമ്മായി, മിസിരിത്ത, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടായിരുന്നു. കാരണം ലിഫ്റ്റ് കീ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ലിമിറ്റ് ഉണ്ടല്ലോ കയറുന്നതിൽ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എത്തി. പിന്നെ ഇത് മുത്തുവാക്കാൻ്റെ സൺഗ്ലാസിൻ്റെ കയ്യിലേനു കേട്ടോ. റൂമിൽ മറന്നു വെച്ചേക്കേനു. അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുത്തുമണികളെ ഇതാണ് ഹാളത്തെ ആ തീമുണ്ടല്ലോ, തീം ഫ്ലവറും ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പാട്ടിൻ്റെ ആളുകളുണ്ടായിരുന്നു, മുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അവിടെ നോക്ക്, അടിപൊളി കേട്ടോ. നല്ല പോയാണ്. ഇതെന്താ ഇവിടെ പറയാ? പട്ടാമ്പി പോയേ? ഇതെന്താ പറയുമ്പോ പട്ടാമ്പി പോയാൽ തോന്നുന്നു കേട്ടോ. ഞാൻ കാണിച്ചത് കണ്ടൊക്കെ നിങ്ങൾ ഒന്നും വേണ്ട, മനസ്സ് നിറഞ്ഞു. ഈ ഓഡിറ്റോറിയം അടിപൊളി കേട്ടോ. പട്ടാമ്പി പാലല്ല കാണണേ, പട്ടാമ്പി പാലാട്ടോ. എന്തോ രസമുള്ള വ്യൂ ആണ്, അടിപൊളി. ഇത് ഫോണിൽ ക്ലിയർ അല്ലേ, നമുക്ക് നേരിട്ട് കാണാനല്ലേ അടിപൊളി അല്ലേ. വെള്ളിയാങ്കല്ലോ
ആ എന്തോ വെള്ളിയാങ്കല്ല് പാലം. പക്ഷെ ഇത് കണ്ണിൽ കാണുന്ന പോലെ അല്ല ക്യാമറയിൽ കാണട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അടിപൊളിയാണ്, സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ വളരെ ഹയർണോളി ഹയർണോളി. അപ്പോൾ ഗൈസ് കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മക്കളുണ്ട്, കുഞ്ഞാമാൻ്റെ പേരക്കുട്ടി ഉണ്ട്, റിസമോളുണ്ട്, പിന്നെ അനിയത്തിൻ്റെ കുട്ടികളും, പിന്നെ അതേപോലെ അവിടെയുള്ള കുട്ടികളൊക്കെ അവിടെ സ്റ്റേജിന്മേലൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ കുടുംബക്കാരൊക്കെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹാളിലോട്ട്. മുത്തുമണികളെ, ഇതാണ് ചെക്കനും പെണ്ണും. മാഷാ അല്ലാഹ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ, നല്ല വിശപ്പ്. അപ്പം ഞാനും താത്തി അനിയത്തി എല്ലാവരും ഒരുപാട് ഫുഡ് കഴിക്കാൻ പോയി. താത്താൻ്റെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മാഷാ അല്ലാഹ്, അടിപൊളി ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ എന്തോ ഒരു റൈസാണ്, പേരെനിക്ക് കിട്ടണില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതേപോലെ ഫുഡ് കഴിഞ്ഞിട്ടും തന്നെ പായസം, പോപ്കോണ്, പഞ്ഞിമിഠായി, പിന്നെ ഒരുപാട് സ്പെഷ്യൽ ചായകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ ചോറ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകി ഇയമോക്ക് പഞ്ഞിമിഠായി മേടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അടപ്പായസം കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റുള്ള പായസം. പിന്നെ ഇത് റയ്യാനക്കാട്ടോ പഞ്ഞിമിഠായി. അപ്പോൾ അത് അവന് മേടിച്ചു. ഞാൻ പോപ്കോൺ മേടിച്ചു കേട്ടോ. പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്, മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് മസാല ചായ ഉണ്ട്, ലെമൺ ടീ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ചായ ഉണ്ട്. ഞാൻ ലെമൺ ടീ ആട്ടോ മേടിച്ച്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റീഫ്രഷിങ് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് തന്നെ പോയിട്ടോ. ഫുഡ് കഴിച്ച് അപ്പോൾ കഴിച്ച് ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് നേരം AC പോയി ഇരിക്കട്ടെ, എല്ലാം ശരിയാവില്ല ഭയങ്കര. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ട് പാട്ടൊക്കെ പാടിട്ടോ, മാപ്പിളപ്പാട്ട്. ഇതാണ് എൻ്റെ അനിയത്തി കേട്ടോ. ഒരുപാട് പേര് ലൈവിൽ ചോദിക്കലുണ്ട് അനിയത്തിനെ കാണിക്കുമെന്ന്. അപ്പോൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ കാണിച്ചാട്ടോ. അപ്പോൾ അനിയത്തി നല്ലോണം പാട്ടൊക്കെ പാടും കേട്ടോ. ഞാനും അനിയത്തിയും കൂടെ എൻ്റെ കുഞ്ഞാമാൻ്റെ മരുവനെ അങ്ങനെ വിളിക്കാം. ഓൻ നല്ലോണം പാടും. അബ്രാർ അത്യാവശ്യം നല്ല പാടും. അപ്പോൾ ഗായ്സ് കല്യാണം കഴിഞ്ഞു. എന്താ പറയുക, അൽഹംദുലില്ലാ പെണ്ണും ചെക്കനും അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ടോ. നമ്മൾ ഇനി നേരെ പോവാണ്. ഉമ്മ എല്ലാവരും കാറിന് വരും കേട്ടോ, നമ്മൾ ബസ്സിനാണ്. കാരണം കാറിൽ എല്ലാവർക്കും പാടെ സ്ഥലമല്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വരികയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിതിൽ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടോ. നമ്മളെ നിഷാദ് നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ വീട്ടിലിട്ട് വന്നീന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ചെറിയൊരു ക്ലിപ്പുള്ളൂ, അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാം. അപ്പോൾ ഞങ്ങളിനി പോയി വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും മുത്തുമണികൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്കിന്നൊരു അതിഥി ഉണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു അതിഥിയാണ്. സർപ്രൈസാണ്. നമ്മുടെ അടുത്തേക്ക് വരലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആരാന്നുള്ളത്. ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഇതാണ് നിഷാദ് ദുബായിൽ നിന്ന് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് അത്ര വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വന്നത് അല്ലേ നിഷാദേ? അപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ ഇവിടെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ വർത്താനൊക്കെ പറയണം അവനോട്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്ന്. പിന്നെ നിഷാദ് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട്. മുട്ടായി തിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മന്തി കഴിക്കാം, ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഞങ്ങൾ മന്തി കഴിക്കാട്ടോ. കഥ നിഷാദ് അതാ. ഞങ്ങൾ നിലത്തായിട്ടിരിക്കണേ, സൗകര്യം കുറവായതുകൊണ്ട്. അപ്പോൾ കഴിക്കട്ടെ എല്ലാവരും. അവരെന്നെ വെയിറ്റ് ചെയ്യാണ്.